അഡ്വക്കേറ്റ് വി കെ സജീവൻ, ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ കോട്ടൂളിയെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കോട്ടൂളി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചാനൽ മൈക്കിന് മുന്നിൽ വന്ന് നന്നായി സംസാരിച്ച ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഉച്ചയ്ക്ക് പറയാം എന്ന് പോസിറ്റീവായൊരു ആൻസറാണ് പറഞ്ഞത്. പക്ഷേ ഉച്ച കഴിഞ്ഞ് ഈ നിമിഷം വരെ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് മാധ്യമങ്ങളെ പഴിച്ച് ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം എന്ന് പറഞ്ഞ് പാർട്ടി ശത്രുക്കളും മാധ്യമങ്ങളുമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ച് CPM ജില്ലാ കമ്മിറ്റിയുടെ ഒരു വാർത്താക്കുറിപ്പ് വരുന്നതും ശ്രീ വി കെ സജീവൻ ഒരു ഒത്തുതീർപ്പ് മണക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണല്ലോ. കാരണം ഈ വിവാദം പുറത്തു വന്ന് ആദ്യ 2 ദിവസം CPMൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്. 3 ദിവസം കഴിഞ്ഞാണ് ഈ ഞങ്ങൾക്കിതിൽ പങ്കില്ല, അങ്ങനെയൊരു സംഭവമേ ഇല്ല എന്നുള്ള നിലയിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി വന്ന് പരസ്യമായിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ആ 2 ദിവസത്തിനുള്ളിൽ പണമിടപാടുകൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം. ഇപ്പോൾ അവർ പെട്ടിരിക്കുന്നത് പ്രമോദ് കോട്ടൂളി പരസ്യമായിട്ട് വെല്ലുവിളിച്ചപ്പോൾ അതിന് എന്തിനു വേണ്ടിയിട്ടാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത്, അതിന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, പ്രമോദ് കോട്ടൂളി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം, എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തിയാൽ അതെൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം അപകടങ്ങളെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുള്ള CPM ഈ വിഷയം ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ഷാജഹാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ വലിയ മാഫിയകൾ തമ്മിലുള്ള ഇടപാടുകൾ പോലും തീർക്കുന്നത് ഈ നേരത്തെ പരാമർശിക്കപ്പെട്ട നേതാക്കന്മാരാണ് എന്നുള്ളത് ഇവിടെ അങ്ങാടിപ്പാട്ടാണല്ലോ. ഇവിടെ വലിയ കൊമേഴ്സ്യൽ മാളിലുള്ള തർക്കം, ആ തർക്കം പരിഹരിച്ചത് CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. 15 ലക്ഷമാണ് അതിൽ കോഴ വാങ്ങിയതെന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഹോട്ടലിലെ ഒരു പാർക്കിംഗ് വിഷയം പരിഹരിച്ചത് CPMൻ്റെ നേതാവാണ്, അതിന് 7 ലക്ഷമാണ്. ഇതൊക്കെ അങ്ങാടിപ്പാട്ടാണ്. ഇവിടെ 5 ദിവസം മുമ്പാണ് ഒരു പ്രമുഖ പത്രത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായിട്ട് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് വഴിവിട്ട സാമ്പത്തിക ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 5 ദിവസം മുമ്പാണ് ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ കേവലം ഒരു 22 ലക്ഷം രൂപയുടെ ഇടപാട് ഒതുക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ് CPM എന്ന കാര്യത്തിലൊന്നും, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ CPMൻ്റെ അധികാരത്തെ സംബന്ധിച്ച് അവർ ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അറിയാവുന്ന ആർക്കും അതിനെക്കുറിച്ച് സംശയമില്ല. തീർച്ചയായിട്ടും ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ആ തിരക്കഥക്കനുസരിച്ചിട്ടുള്ള പ്രതികരണമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ